നമസ്കാരം. എല്ലാവർക്കും യുഗസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്ന് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഈ പൗരത്വ നിയമം ഞങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് കേരള മുഖ്യമന്ത്രിയും ബംഗാൾ മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് തന്നെ അറിയാം, ഈ നിയമം നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനോ മുഖ്യമന്ത്രിമാർക്കോ ഒരു റോളുമില്ലെന്ന് അവർക്കറിയാം. പക്ഷെ അത് പറഞ്ഞ് 10 വോട്ട് കിട്ടിയെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന കാഴ്ചപ്പാടിലായിരിക്കും ഇങ്ങനെ പറയുന്നത്. അല്ലാതെ അതിന് യാതൊരു അടിസ്ഥാനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും വളരെ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ബില്ലിൽ വിവാദപരമായിട്ടുള്ളത്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഒരു കാലത്ത് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. ഈ അയൽ രാജ്യങ്ങൾ പിന്നീട് ഇസ്ലാമിക രാഷ്ട്രങ്ങളായി മാറി. മഹാഭൂരിപക്ഷവും ഇസ്ലാം വിശ്വാസികളാണ്. അവിടെ ഔദ്യോഗിക മതമായിട്ട് ഇസ്ലാം മതം പ്രഖ്യാപിച്ചു. ഈ രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ, അതായത് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ തന്നെ വളരെയധികം പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് അവിടെ ജീവിക്കുകയാണ്. വളരെയധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. കുറെ ആളുകൾ അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് അഭയം തേടി വന്നു. കുറെ ആളുകൾ മതപരിവർത്തനം നടത്തി. വിഭജന സമയത്ത് പാകിസ്ഥാനിൽ 23% ഹിന്ദുക്കളുണ്ടായിരുന്നു. 23%. എന്നാൽ ഇന്ന് പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ 5%. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വാർത്ത വായിച്ചു. കേവലം 14 വയസ്സുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ അവിടെ തോക്കു ചൂണ്ടി ബലാത്സംഗം ചെയ്തു. വിഷയം കോടതിയിലെത്തി. കോടതി വിധി പ്രഖ്യാപിച്ചു. എന്താ വിധി? ആ ബലാത്സംഗം ചെയ്തയാളെ ഭർത്താവായി അംഗീകരിച്ചുകൊണ്ട് ഇനിയുള്ള കാലം അയാൾ പറയുന്നത് പോലെ അയാളെ അനുസരിച്ച് ജീവിക്കണമെന്നാണ് പാകിസ്ഥാൻ കോടതി ഉത്തരവിട്ടത്. അപ്പൊ അത്ര വലിയ നീതി നിഷേധമാണ് പാകിസ്ഥാനിലെയും അതുപോലെയുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ രക്ഷയില്ലാതെ കണ്ട് അഭയം തേടി ഇന്ത്യയിൽ വന്നിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുക്കാനാണ് ഇന്ത്യൻ പാർലമെന്റ് നിയമം പാസാക്കിയത്. അപ്പൊ ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തെ അതിൽ നിന്ന് ഒഴിവാക്കി? എന്തുകൊണ്ട് മതവിവേചനം കാണിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്ത് വിചിത്രമായ ചോദ്യമാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മുസ്ലിം സമൂഹം ന്യൂനപക്ഷമാണോ? ഈ രാജ്യങ്ങളിൽ മതത്തിന്റെ പേരിൽ മുസ്ലിം സഹോദരന്മാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? മുസ്ലിം സമൂഹത്തിന് മഹാഭൂരിപക്ഷമുള്ള 95% മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ മാത്രമുള്ള രാജ്യങ്ങളാണ് അവിടെ. അവിടെ മതത്തിന്റെ പേരിൽ ഇസ്ലാം സഹോദരന്മാർ പീഡിപ്പിക്കപ്പെടുന്നില്ല. അവിടെ പീഡിപ്പിക്കപ്പെടുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ഉൾപ്പെടെയുള്ള മറ്റ് ജനവിഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് അവർക്ക് അഭയം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിലെന്താണ് തെറ്റ്? ഇന്ത്യയിലെ ഒരു പൗരനെയും, അത് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസൽമാൻ ആയിക്കോട്ടെ, ആരെയും ബാധിക്കുന്ന ഒരു നിയമമല്ല. ഇന്ത്യയിലുള്ള ഒരു ജനതയുടെയും ഒരാളുടെയും പൗരത്വം റദ്ദാക്കുന്ന നിയമമല്ല. മറിച്ച് അയൽ രാജ്യങ്ങളിൽ നിന്നും ഗത്യന്തരമില്ലാതെ അഭയാർത്ഥികളായി ഇവിടെ കുടിയേറി വന്നിട്ടുള്ള ആളുകൾക്ക് അവർ പൗരത്വമില്ലാതെ കണ്ട് തെരുവിൽ അലയുകയാണ്.
അവർക്ക് അഭയം കൊടുക്കാൻ തീരുമാനിച്ചത് എന്താണ് തെറ്റ്? ഇനി മറ്റൊരു രീതി നമുക്ക് ചിന്തിക്കാം. ന്യൂനപക്ഷം എന്നുള്ള വാക്ക് മാറ്റി പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ന്യൂനപക്ഷങ്ങൾ എന്നുള്ള ഭാഗം മാറ്റി പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന ആർക്കും മതവ്യത്യാസമില്ലാതെ പൗരത്വം കൊടുക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയാണെങ്കിൽ നാളെ എന്തായിരിക്കും സംഭവിക്കുക? നാളെ പാകിസ്ഥാനിൽ ഒരു ക്ഷാമമുണ്ടായി, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഒരു കലഹമുണ്ടായി. അവിടുന്ന് ഒരു 2 കോടി ആളുകൾ, 5 കോടി ആളുകൾ, 10-30 കോടി ആളുകൾ അധിവസിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഒരു 5 കോടി ജനം ഇന്ത്യയിലേക്ക് വന്നാൽ അവർക്ക് പൗരത്വം കൊടുക്കണ്ടേ? നിയമം പാസ്സാക്കിയാൽ ഇന്ത്യയിൽ വന്നാൽ പൗരത്വം കിട്ടുമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കായ ആളുകൾ, കോടിക്കണക്കായ ആളുകൾ ഇന്ത്യയിലേക്ക് വരില്ലേ? അവർക്കെല്ലാം പൗരത്വം കൊടുക്കണമെന്നാണോ ഈ പൗരത്വ ബില്ലിനെതിരായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ നിലപാട്? ജനങ്ങളോട് വിശദീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏതെങ്കിലും മതവിഭാഗത്തോടുള്ള വിവേചനമല്ല. കാരണം അവിടെ മുസ്ലിം സമുദായം മതത്തിന്റെ പേരിൽ ഈ രാജ്യങ്ങളിലൊന്നും പീഡിപ്പിക്കപ്പെടുന്നില്ല. അവിടുത്തെ ഭൂരിപക്ഷ സമൂഹമാണ്. മറ്റുള്ളവർ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യമുള്ളത് കൊണ്ടാണ് അഭയാർത്ഥികളായി ഇവിടെ വന്നവർക്ക് പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി വാദത്തിന് വേണ്ടി പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ചർച്ച ആ രീതിയിൽ നീങ്ങട്ടെ. മുഴുവൻ പാകിസ്ഥാനികൾക്കും ബംഗ്ലാദേശുകാർക്കും അഫ്ഗാനിസ്ഥാൻകാർക്കും നമുക്ക് പൗരത്വം കൊടുക്കാം. നമുക്ക് ഏകോദര സഹോദരന്മാരെ പോലെ ആ രാജ്യങ്ങളിലുള്ളവരുമായി ഒരേപോലെ മുന്നോട്ട് പോകാം. പക്ഷേ ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയിൽ ഏൽപ്പിക്കാൻ തയ്യാറാവുമോ? അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും പൗരത്വം കൊടുക്കുന്നതിൽ തെറ്റില്ല. അല്ലാതെ പൗരത്വം കൊടുക്കാൻ പറ്റും? ഏത് രാജ്യമാണ് ഇങ്ങനെ പൗരത്വം ഉദാരമായി വാരി വലിച്ചു കൊടുക്കുന്നത്? പാകിസ്ഥാൻ കൊടുക്കുമോ? അഫ്ഗാനിസ്ഥാൻ കൊടുക്കുമോ? ബംഗ്ലാദേശ് കൊടുക്കുമോ? ഏതെങ്കിലും അറബി രാജ്യങ്ങളോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളോ കൊടുക്കുമോ? പൗരത്വം കൊടുക്കുന്നത് ആ രാജ്യത്തിൻ്റെ എല്ലാവിധ താല്പര്യങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു രാജ്യവും പൗരത്വം കൊടുക്കുകയുള്ളൂ. അതാണ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്തത്. 4 വോട്ടിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കി മുതലെടുപ്പ് നടത്തരുത് എന്നാണ് പറയാനുള്ളത്. ഈ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കും. നന്ദി, നമസ്കാരം.